നമസ്കാരം, ഡ്രീംസ് ട്രാവലറാണേ. നമ്മുടെ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്നത് ഏത് ജില്ലയിലാണെന്നറിയാമോ? പത്തനംതിട്ട ജില്ല. അതുപോലെ പത്തനംതിട്ട ജില്ല ഇന്ന് മറ്റൊരു കാര്യത്തിൽ കൂടി ഖ്യാതി നേടിയിരിക്കുകയാണ്. നമ്മളാരും അറിയാത്തൊരു കാര്യം, അയ്യപ്പൻ്റെ നാടായ നമ്മുടെ പത്തനംതിട്ടയിൽ ചിറ്റാറ് നീലവിലാവ് സ്വദേശി പ്രഫുൽ പ്രസാദ് അത്യപൂർവമായ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. നമ്മളൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് അവാർഡ്, ഇന്ത്യയിലെ അതുല്യമായ കഴിവുകളും അസാധാരണമായ നേട്ടങ്ങൾക്കും അംഗീകാരങ്ങൾക്കും ഒക്കെ നൽകുന്ന ഒരു ദേശീയ റെക്കോർഡാണിത്. അപ്പോൾ നമ്മുടെ പ്രഫുൽ പ്രസാദ് IBR അച്ചീവർ പദവി കിട്ടിയിരിക്കുകയാണ്. വെറും 34 സെക്കൻഡിൽ ഇരു കൈകളും ചേർത്ത് 140 പഞ്ചുകൾ, അതും തികച്ചും കൃത്യമായിട്ടും വേഗത്തോടെ. അപ്പം ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പ്രഫുലിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ആ ഒരു പരിശ്രമത്തിൻ്റെയൊക്കെ ഒരു കഥകൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമ്മൾ വരുന്ന കാര്യം പ്രഫുലിനോട് പറഞ്ഞിട്ടില്ല. സർപ്രൈസായിട്ട് നമുക്ക് പ്രഫുലിൻ്റെ വീട്ടിൽ പോയി ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിയാം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, IBR എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. 2006 ഇത് ആരംഭിച്ചത്. നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലെ തന്നെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള റെക്കോർഡ് രജിസ്റ്ററാണിത്. നമ്മുടെ ഇവരുടെ റെക്കോർഡ് അംഗീകരണ പ്രക്രിയ വളരെ സങ്കീർണമാണ്. വീഡിയോ തെളിവുകൾ, ടൈം ലോഗ്, സാക്ഷികൾ, അളവ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ നിരവധി ക്രൈറ്റീരിയസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു അംഗീകാരം നൽകാറുള്ളൂ. നമ്മൾ പ്രൊഫൈലിൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് വന്നിട്ടുണ്ട്. വണ്ടിയുടെ പാർക്ക് ചെയ്തു. നമുക്ക് വീട്ടിലോട്ട് കയറി പോകാം. കുറച്ച് ദൂരം മേളിലോട്ട് കയറി പോകാനുണ്ട്. അപ്പോൾ ആദ്യമേ കൺഗ്രാറ്റ്സ്. ഇവിടെ പത്തനംതിട്ട അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെയാണെങ്കിൽ വളരെ കുറച്ച് പേർക്ക് കിട്ടുന്ന ഒരു ബഹുമതിയാണ്. അതിനുവേണ്ടി എടുത്ത എഫേർട്ട് വളരെ വലുതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാം. ഫുൾ നെയിം പ്രഫുൽ പ്രസാദ്. ഓക്കെ. സ്കൂളിംഗ് ഒക്കെ എവിടെ ആയിരുന്നു? സ്കൂള് ഫുള്ള് പഠിച്ചത് ചിറ്റാറിലാണ്. ചിറ്റാർ ഗവൺമെന്റ് സ്കൂളിലാണ്. പഠിച്ചത്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും അനിയത്തി കെട്ടിച്ച് കോട്ടയത്താണ്. വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നാണ് ഓക്കെ റെക്കോർഡിന്റെ പേര്. ഇതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ബുക്കാണ്. ഇത് കഴിഞ്ഞ വർഷം വരെയുള്ള 2024 വരെയുള്ളവരാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടേത് അടുത്ത 2026 വരുന്നത്. ഓക്കെ. ഇതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഇത് നമുക്ക് കിട്ടുന്ന ID കാർഡാണ് വരുന്നത്. പിന്നെ ഇത് പെന്നാണ്, അവരുടെ തന്നെ പെന്നാണ്. നല്ല വെയിറ്റ് ഉള്ളതാണ്. നല്ല വെയിറ്റ് ആകട്ടോ. നല്ല വെയിറ്റ് ഉള്ള ഇത് നമുക്ക് ബാഡ്ജാണ്. ഇന്ത്യ ബുക്ക് നമുക്കിവിടെ പിൻ ചെയ്യുന്ന ബാഡ്ജാണ്. ഓക്കെ. ഇതിലേക്ക് പോകാനുള്ള ആ ഒരു ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുത്തത്? കാരണം നമ്മളൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് പോലും. അപ്പം ഇങ്ങനെ അവാർഡുണ്ട്, നമുക്ക് ഒരുമാനപ്പെട്ടവർക്ക് ആർക്കും അറിയത്തില്ല. നമ്മളൊരു ഇൻഡിവിജ്വലി കുറെ കരാട്ടെ മാർഷൽ കുറെ പേര് എടുത്തിട്ടുണ്ട്. പിന്നെ ഡാൻസുകാർ എടുത്തിട്ടുണ്ട്. അതിപ്പം ആദ്യം പറഞ്ഞില്ല. പ്രഫുല് മാർഷൽ ആർട്സിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഏതാണ് ഇപ്പോൾ? കുംഫുല് ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് റാനാണ്. കരാട്ടയിലും ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് റാനാണ്. ഞാൻ പഠിച്ചത് രാജീവ് മാഷിൻ്റെ അടുത്താണ്. സീതൂരിലാണ് പഠിച്ചത്. കരാട്ടയും കുംഫുവും പഠിച്ചത് രാജീവ് മാഷിൻ്റെ അടുത്താണ്. മാഷാണ് നമുക്ക് ട്രെയിനിങ് സമയത്ത് തന്നെ ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വലി ഓരോ സ്കില്ല് നമ്മളെ വളർത്തിയെടുക്കാറുണ്ട്. ഏത് ഇനത്തിലാണ് നമ്മളിപ്പം ഇത് നേടിയേക്കുന്നത്? പഞ്ചാണ് ചെയ്തത്. നൈഫ് ആൻഡ് പഞ്ചാണ് ചെയ്തത്. ഇങ്ങനെയുള്ള പഞ്ചാണ് ചെയ്തത്. 34 സെക്കൻഡിൽ 140 എണ്ണമാണ് ചെയ്തത്. 34 സെക്കൻഡിൽ 140 എണ്ണം. ഓക്കെ. അതിനുള്ള പ്രാക്ടീസ് ഒക്കെ എത്ര വർഷം, എങ്ങനെ തുടങ്ങി, എവിടെ നിന്നാണ് ഈ ഒരു പ്രചോദനം? ഒരു വർഷമായിട്ട് ട്രൈ ചെയ്തതാണ്. നമ്മൾ ചിലപ്പോൾ എടുക്കുമ്പോൾ വീഡിയോസ് ക്ലാരിറ്റി ഇല്ലാതെ പോവുക. ചിലപ്പോൾ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ അത്രയും ചെയ്യാൻ പറ്റാണ്ടായി വന്നിട്ടുണ്ട്.
അങ്ങനെ ഒരു കുറേ തവണ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ റെക്കോർഡ് അയക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത് അപ്ലൈ ചെയ്യുന്നത് ഏഷ്യ ആണ് ചെയ്യുന്നത്. കരാട്ടെ ടീച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? കരാട്ടെ കരാട്ടെ സ്കൂളുണ്ട്. മാസ്റ്ററാണ്. എവിടെ? വടശ്ശേരിക്കലുണ്ട് സ്കൂള്, ഡോജോ ഉണ്ട് പഠിപ്പിക്കുന്നത്. പിന്നെ മാറിവാൻസ് സ്കൂളുണ്ട്. പിന്നെ കട്ടച്ചിറയിൽ കമ്പാഷൻ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. പിന്നെ പണയനിപ്പാറുണ്ട്, കുടമുട്ടിയിലുണ്ട്. ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ? അതെല്ലാം സ്വന്തമായിട്ട് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളാണ്. ശരി ശരി. പ്രാക്ടീസ് ചെയ്യുന്ന രാജിമാഷിൻ്റെ അടുത്താണ്. പിന്നെ ബിന്നു ഡാനിയൽ എന്ന് പറയുന്ന പത്തനംതിട്ടയിൽ സാറാണ് ഇൻചാർജ്. സാറിൻ്റെ അടുത്തും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. മാരീഡ് അല്ല? ഇല്ല, കല്യാണം മാരീഡ് അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നമ്മൾ എത്ര പേർക്കുണ്ടോ? വേറെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള റെക്കോർഡോ കാര്യങ്ങളോ കിട്ടിയ? എനിക്ക് ചെയ്തു തന്നത് അനൂപ് എന്ന് പറയുന്ന സാറാണ്. സാറിന് നേരത്തെ ഒരു 2 വർഷം മുന്നേ സാറിന് കിട്ടിയിട്ടുണ്ട്. ആ. ഏതിലാ? ഈ അല്ല, അത് സാറ് വേറൊരു ചെവി ഇങ്ങനെ സ്പീഡിൽ അനക്കുന്നതിനാണ്. അത് ഭയങ്കര സ്കില്ലായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അത് ഒരു 15-20 മിനിറ്റോളം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അനക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ സാറിന് അത് അന്ന് കിട്ടിയത്. അപ്പം ഏഷ്യയിലേക്ക് നോക്കുന്നതും ഈ സെയിം ഐറ്റം തന്നെയാണോ അതോ? ഏഷ്യയിലേക്ക് ഇത് തന്നെയാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി ഗിന്നസ് അടിക്കണമെന്നാണ് ആഗ്രഹം. ഓ, ഗിന്നസ്. അതിന് ചെലവ് കൂടുതലാണ്. അപ്പം എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഏകദേശം 9 ലക്ഷം രൂപയാണ് പറയുന്നത് ഗിന്നസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്ന് നമ്മൾ നമ്മളിപ്പം പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കേട്ട് വന്നതാണ്. കാരണം പത്രത്തിലൊന്നും ഇങ്ങനെയുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും പബ്ലിഷ് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ്. വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഇത് സ്വായത്തമാക്കാൻ വേണ്ടി വളരെ വലിയ പ്രയത്നം, ഒരു 1.5 വർഷം 2 വർഷത്തോളം ഇതിൻ്റെ പുറകിൽ പ്രയത്നിച്ചു, ട്രൈ ചെയ്തു. വളരെയധികം കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ രാജീവ് മാഷിൻ്റെ ആ ഒരു ശിക്ഷണം ആദ്യം കുംഫു ആയിരുന്നു, പിന്നെ അതിൽ കരാട്ടയിൽ ഇപ്പോൾ എത്ര വർഷമായി? കരാട്ടെ ഇപ്പം ഏകദേശം 5 വർഷം. ഓക്കെ. കരാട്ടെ ഇപ്പം ബെൽറ്റ് ഏതാണ്? ഫസ്റ്റ് ഡാനിലാണ് നിൽക്കുന്നത്. കരാട്ടെ ബ്ലാക്ക് ഫസ്റ്റ് ഡാനിലാണ് നിൽക്കുന്നത്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇനിയും വേറെ? ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഗിന്നസ് ആണ്. ഏഷ്യ കഴിഞ്ഞിട്ട് ഗിന്നസ് ആണ് ലക്ഷ്യം. അപ്പം നമ്മൾ നല്ല ആൾക്കാർ, കുറേ ആൾക്കാരും നമ്മുടെ പരിശ്രമവും നമ്മുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളിപ്പം സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? ഏകദേശം 100 കുട്ടികളും മേലുണ്ട് ഡോജോസിലായിട്ട്. സ്കൂളുകളിലല്ലാതെ സ്വന്തമായിട്ട് 100ഓളം. ഓക്കെ. ഇതിപ്പം ഈ പ്രൊഫഷൻ ഫുള്ള് ഈ ഒരു മേഖലയിലേക്ക് കരാട്ടയിലേക്ക് കുംഫു കരാട്ടെ ആയിട്ട് ഏകദേശം 15 വർഷത്തോളമായി. ഓക്കെ. കോഴ്സായിട്ട് പഠിച്ചത് ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ജോലി ഉണ്ടായിരുന്നു, ഫോറസ്റ്റിൽ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു, തൽക്കാലം ഡ്രൈവറായിരുന്നു. ഏത് വർഷമായിരുന്നു? ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ. എനിക്ക് അവിടുത്തെ ഇപ്പം അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന റേഞ്ചിലെ രതീഷ് എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു, റേഞ്ച് ഓഫീസറായിരുന്നു. ഇവിടുത്തെ വടശ്ശേരിക്കിലെ മുൻ റേഞ്ച് ഓഫീസറായിരുന്നു. സാറാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള പറഞ്ഞു തന്നത്, ഐഡിയയും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സാറാണ്. പല ആൾക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു കാര്യം തന്നെ. നമ്മൾ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിയുന്നത് തന്നെ. ഇത് അതിന് അവയർനെസ് കിട്ടുക തന്നെ വലിയ കാര്യമാണ്. സാറാണെങ്കിൽ പവർ ലിഫ്റ്റിങ്ങിന് നാഷണൽ ചാമ്പ്യനാണ്. അങ്ങനെ വെച്ചിട്ട് സാറാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇത് എടുക്കണം. ഞാനിങ്ങനെ ആഗ്രഹം കൊണ്ട് നടക്കുന്നു. കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. നമുക്കതിനെപ്പറ്റി കാര്യങ്ങൾ അറിയത്തില്ല. സാറാണ് എനിക്ക് ഇതുപോലെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഓക്കെ, ശരി. നമുക്ക് എന്തായാലും പുള്ളിയുടെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് 2-3 കാണണം ഇല്ലേ? കാണിക്കത്തില്ലേ? അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം ഞങ്ങൾ. അപ്പം ഇതൊന്നുകൂടെ ഒന്ന് പ്രേക്ഷകർക്ക് ഒന്നുകൂടെ ലൈവായിട്ട് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിക്കാമോ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2002-25 20 years of experience. നമ്മുടെ മോദിയുടെ പിക്ചറാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ അവാർഡ് വിന്നേഴ്സിൻ്റെ പിക്ചേഴ്സാണ് ഇതല്ലേ അല്ലേ? പല മേഖലകളിൽ. (2026) ബുക്കിൽ പ്രഫുലിൻ്റെ പിക്ചറും ഇതുപോലെ ഇതിനകത്ത് വരും അല്ലേ? നമ്മുടെ കഴിവ് ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നമുക്ക് ചെയ്തിട്ട് അത് അവാർഡാക്കി എടുക്കാൻ പറ്റും.
നിലവിലെ റെക്കോർഡിൽ ഉള്ളതാണെങ്കിൽ ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഒരെണ്ണം ആഡ് ചെയ്യണം. അപ്പോഴും ഇതുപോലെ നെക്സ്റ്റ് ഇയറിലും ഇതുപോലെ കിട്ടും. നെക്സ്റ്റ് ഇയറിൽ കിട്ടും. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് ട്രെയിനിങ് കാര്യങ്ങളും ചെയ്യും. ഇപ്പം ട്രെയിനിങ് ആരുടെ കീഴിലാണ് ചെയ്യുന്നത്? രാജ്മാഷിൻ്റെ കീഴിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ചെയ്യുന്നത്. ഈ പേര് കുറെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. പ്രഫുൽ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ പ്രൊഫൈൽ എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യുന്നത്? പ്രഫിൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണത്. എന്താ അങ്ങനെ ഒരു പേര്? എല്ലാ പ്രത്യേകത ഉണ്ട് അതിനത്? അല്ല, ഇത് എൻ്റെ മാമിയാണ് ഇട്ടത്. കേരള ടൈറ്റിൽ IBR achiever of performing 140 punches with both hands on punching bag in 34 seconds as confirmed on September 6, 2025. India Book of Records. അപ്പോൾ മിസ്റ്റർ പ്രഫുൽ, താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. എല്ലാവിധ ഭാവങ്ങളും അടുത്ത ഏഷ്യാഡും ഗിന്നസും ഒക്കെ അടിക്കാൻ പറ്റട്ടെ.